ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണിവർ. അതിജീവനത്തിന്റെ പാതയിലുള്ള ഇവർക്ക് ഇന്ന് എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ദുരന്തം വിതച്ച ഓർക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആ രാത്രി മറക്കാനുള്ള ശ്രമത്തിലാണിവർ. അതിനായി ഈ കൊച്ചുകൂട്ടുകാർ കലയെ കൂടെ കൂട്ടുകയാണ്. എല്ലാം തകർക്കണം കേട്ടോ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, വേദിയിൽ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ലയിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പഴയ ആ പുഞ്ചിരി തെളിഞ്ഞു വന്നു. കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി അവരുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷും മറ്റ് അധ്യാപകരും കൂടെയുണ്ട്. ഇവരെ നമ്മൾ ഒന്ന് മാനസികമായിട്ട് ഒരു കരുത്ത് കൊടുക്കുക എന്നുള്ളതാണ്, മെൻ്റൽ ചേഞ്ച് വരുത്തുക. ഇവരെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പ്രളയബാധിതരാണ്. അപ്പോൾ ഇവരെ മാത്രമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അവരിലൂടെ ഒരു മനക്കരുത്ത് നൽകുക, പുതിയൊരു ജീവിതം നൽകുക. പിന്നെ ഇതെല്ലാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ മേളയിൽ ഭൂമിയുടെ ഒരറ്റത്തുള്ള ചൂരൽമലക്കാർക്കും പങ്കെടുക്കാനൊരു അവസരം കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യം. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സദസ്സിന്റെ ആകെ കയ്യടി കരസ്ഥമാക്കിയാണ് എന്തായാലും വെള്ളാർ മലയിലെ ചുണക്കുട്ടികൾ മടങ്ങുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.